ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന് യാത്രാ തകരാറില്ലെന്ന് MVD പ്രാഥമിക റിപ്പോർട്ട്. ബ്രേക്കിനും എഞ്ചിനും തകരാറുണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അപകട കാരണം അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും ഡ്രൈവറുടെ അശ്രദ്ധയുമാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചതിനാൽ ശ്രദ്ധ പാളിയതാകാൻ സാധ്യതയുണ്ടെന്നും MVI ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. CCTVയിൽ കാണുന്ന അപകടത്തിന്റെ ദൃശ്യത്തിലെ സമയമായ 4:03 ഡ്രൈവർ നിസാം വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടതായി തെളിവുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം വാഹനം ഓടിക്കുന്നതിനിടെ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് സ്കൂൾ ബസ് ഡ്രൈവർ നിസാമുദ്ദീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നേരത്തെ ഇട്ടതാണ്, അപ്ലോഡാകാൻ സമയമെടുത്തതാകാമെന്ന് നിസാമുദ്ദീൻ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ 18 കുട്ടികളിൽ ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു. ഡ്രൈവർ നിസാമും സുലോചനയും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി. അപകടത്തിന് കാരണമാകുന്ന മറ്റ് മെക്കാനിക്കൽ തകരാറുകൾ വാഹനത്തിനില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് RTOയ്ക്ക് നൽകി. അതേസമയം ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കത്ത് നൽകി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.